നമസ്കാരം, മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് 14-ാമത്തെ ലെസനാണ് പഠിക്കുന്നത്. എക്സ്റ്റീൻ പിയാനോ കോഴ്സ് എന്നുള്ള ബുക്കിലെ 14-ാമത്തെ ലെസൺ ഫ്ലോ ജെൻലി യൂസ് ഇറ്റ് ഹാഫ് ടോൺ എന്നുള്ള ലെസനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെസനെ കുറിച്ച് പറയുകയാണെങ്കിൽ താളമൊക്കെ പറയുകയാണെങ്കിൽ 3/4 എന്നുള്ള താളമാണ്. 3/4 നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 3/4 ആണെങ്കിലും നമ്മളെപ്പോഴും പറയും 3/4 എന്ന് പറഞ്ഞാൽ ഒരു മാറിനകത്ത് എങ്ങനെ കൗണ്ട് ചെയ്താലും 3 ബീറ്റ്സ് ഉണ്ടാവണം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കി സ്റ്റാർട്ടിങ്ങിൽ നോക്കി ഒരു സിംഗിൾ ബീറ്റാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് തെറ്റിയിട്ട് വന്നതൊന്നും അല്ല കേട്ടോ, അങ്ങനെ ആരും വിചാരിക്കരുത്. ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് നമ്മൾ ലാസ്റ്റ് വായിക്കുന്ന ബാറിൽ, അതായത് 3 ലൈൻസാണ് ഈ ഇത് വരുന്നത്. ഈ 3 ലൈൻസിൻ്റെ ലാസ്റ്റ് വരുന്ന ലൈനിൽ വരുന്ന ലാസ്റ്റ് ബാറിൽ വരുന്ന 2 ബീറ്റ് ഉണ്ടുള്ളൂ. അതിൽ വരുന്ന 3-ാമത്തെ ബീറ്റാണ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നിൽക്കുന്നത്. അങ്ങനെ ഒരു ബീറ്റ് ഇങ്ങനെ തള്ളി തള്ളി വരുന്ന രീതിയിലാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഫിലിം സോങ് ചെയ്യാറുണ്ട് കേട്ടോ, അല്ലാതെ നമ്മളിതിന് വേണ്ടിയിട്ടല്ല. ഫിലിം സോങ് ഇതുപോലെയൊക്കെ സമത്തിലല്ലാതെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമ്മൾ കൗണ്ട് ചെയ്ത് വായിച്ചാൽ മതി, വേറെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഒരു ഫസ്റ്റ് ഒരു ബീറ്റ് നമ്മൾ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് റിതം സ്റ്റൈൽ ശരിക്കും കൗണ്ട് ചെയ്ത് പ്ലേ ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വരുന്ന നോട്ട് ലെഫ്റ്റ് ഹാൻഡിൽ ജി എന്നുള്ള നോട്ടാണ്. ജി ജി സി സി, ഇങ്ങനെ ഒരു കറക്റ്റ് ബീറ്റ് ആയിട്ട് ജി സി സി എന്ന് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 നോട്ട് വരുന്നത് ഹാഫ് ബീറ്റാണ്. ഞാൻ കൂടെ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമായിരിക്കാം അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പോൾ ജി സി സി ഇ ഡി, അടുത്ത ബാറും കൂടി ചേർത്ത് വായിച്ചു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്ന കാര്യമാണ്, എങ്കിലും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴത്തെ ഇപ്പോൾ 2 ലൈൻ ഉണ്ടല്ലോ അല്ലേ, നമ്മളിപ്പോൾ ഒരു പാർട്ട് വായിക്കുമ്പോൾ 2 ലൈനാണ്, ബേസിലുണ്ട് ഹൈയിലുണ്ട്. ബേസിൽ വരുന്നതാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വായിക്കുന്നത്. അപ്പോൾ താഴേക്ക് വരുന്ന നോട്ടുകളെല്ലാം ലെഫ്റ്റ് ഹാൻഡ് വായിക്കുക. മുകളിലായിട്ട് വരുന്ന, അതായത് മുകളിലത്തെ ലൈനിൽ വരുന്ന നോട്ടുകളെല്ലാം റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഒന്നുകൂടെ ഞാൻ ഇപ്പോൾ വായിക്കാം. ഇനി അടുത്ത ബാർ എ സി എ, അത് ലെഫ്റ്റ് ഹാൻഡാണ് വായിക്കുക കേട്ടോ. എ സി എ ജി ജി. ഈ ലൈൻ ഒന്ന് നിർത്താതെ വായിക്കാം. ഇത്രയേ ഉള്ളൂ, ഈസിയാണ് ഈ ലൈൻ, വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കൗണ്ട് ചെയ്ത് കറക്റ്റ് പ്ലേ ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് ലൈൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ലൈനിൽ കുറച്ച് എല്ലാം കൂടുതൽ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ നമുക്ക് റൈറ്റ് ഹാൻഡാണ് കൂടുതൽ വരുന്നത്. ആകെ 2 നോട്ട് മാത്രമേ ആ ലൈനിൽ ലെഫ്റ്റ് ഹാൻഡ് വരുന്നുള്ളൂ. അപ്പോൾ അതിൽ വരുന്ന നോട്ട്, റൈറ്റ് ഹാൻഡിൽ വരുന്ന നോട്ട് ഞാൻ ആദ്യം പറയാം. സി സി ഡി ഫസ്റ്റ് ബാർ, സി സി ഡി ഇ ഇ ജി ജി ഇ സി ഡി, ഇതാണ് ആ 4 ബാറിൽ വരുന്ന നോട്ട്. ലാസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ഒരു ജി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ 1 2 3 1 2 3 1 2 3 1 2 3, ലാസ്റ്റത്ത് 3 ഇത് വയ്ക്കുക കേട്ടോ. വീണ്ടും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ തന്നെയാണ്. ജി കഴിഞ്ഞ ഇങ്ങനെ വരും. ആ ലൈൻ ഒന്ന് ഫുള്ളായിട്ട് ഞാൻ വായിക്കാം. ഈസി. ഇനി നെക്സ്റ്റ് ലൈൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ലൈനിൽ ഇതുപോലെ സ്റ്റാർട്ടിങ്ങിൽ ലെഫ്റ്റ് ഹാൻഡ് എ എന്ന് വരുന്നുണ്ട്, റൈറ്റ് ഹാൻഡ് എഫ്, 4th ഫിംഗർ. ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഈ ഹോൾഡ് ചെയ്തിട്ടുണ്ടോ, സിയിൽ തമ്പ് വരുന്ന പോലെയാണ് ഹോൾഡ് ചെയ്ത്, മിഡിൽ സിയിൽ തമ്പ് വരുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചേഞ്ച് ചെയ്യേണ്ട, ഇതേ പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വായിക്കാവുന്നതാണ് കേട്ടോ. എ എഫ് എ ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് ജി ജി 1 2 3 അങ്ങനെ വരും. 1 2 3, ഇത്രയാണോ, ഈസിയാണ്. ഇനി അടുത്തത് റൈറ്റ് ഹാൻഡാണ്. സി സി ഡി ഇ ജി എഫ്. ആ ജിയിൽ ഒരു മുകളിലായിട്ട് ഒരു ചെറിയൊരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. പോസിയ എന്നുള്ളതാണ് എൻ്റെ ശരിക്കുള്ള പേര്. ഫെർമാറ്റ എന്നാണ് ഇതിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. പോസിയ എന്ന് പറയാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, അതാണ്. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യാം, ഒരു അളവ് തെറ്റിയിട്ട് പോലെ. അല്ലാണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു 2 ബീറ്റ് പോലെ ഒന്നും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്ന് നമ്മളിങ്ങനെ ഒന്ന് സ്ലോ ആയിട്ട് നിർത്തിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ വായിക്കാം. അപ്പോൾ ആ സി സിന്ന് തൊട്ട് വായിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ വായിക്കാം. ഒന്ന് നിർത്തിയിട്ട് എടുത്താലും മതി. അത് കഴിഞ്ഞ് ജി എ ബി സി.
ഈ ലൈൻ ഒന്ന് വായിക്കാം. ഈസി. അപ്പോൾ ലാസ്റ്റ് നോട്ടിൽ 2 ബീറ്റാണുള്ളത്. അതിനകത്ത് 3 ബീറ്റ്സ് വരേണ്ട അവിടെ ആ ഒരു നോട്ടാണ് നമ്മൾ ഫ്രണ്ടിൽ കണ്ടത് കേട്ടോ. ആ അളവ് ഇങ്ങനെ, അതായത് ഇവിടുത്തെ ഒരു ബാലൻസാണ് ഫ്രണ്ടിലേക്ക് കണ്ടത്. അപ്പോൾ ഇതുപോലെ വായിച്ച് നോക്കുക. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സോങ് ഒന്ന് ഞാൻ ഫുള്ളായിട്ടൊന്ന് പ്ലേ ചെയ്യാം കേട്ടോ. വെരി സിമ്പിൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സോങ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാരണം നമ്മൾ ആദ്യം ക്ലാസ്സിൽ ചെയ്യുന്ന പോലെ ഓരോ നോട്ടുകളായിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഇത്രയും നാൾ ഫോളോ ചെയ്ത നോട്ടുകൾ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സി മേജർ എന്നുള്ള ഒരു പാറ്റേൺ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ സ്കെയിൽ ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.